ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായ നമ്മുടെ UPSC ലിസ്റ്റ് തീരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ നമുക്കിവിടെ കാണാം UPSC ലിസ്റ്റ് തീരാൻ ദിവസങ്ങൾ. നിയമനം തണുപ്പൻ മട്ടിൽ തന്നെ. ഇതുവരെ 36% മാത്രം നിയമന ശുപാർശ. UP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും നിയമന ശുപാർശകൾ തണുപ്പൻ മട്ടിൽ തന്നെ തുടരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മുടെ ഒക്ടോബർ 9-ന് 3 വർഷ കാലാവധി പൂർത്തിയാക്കി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഇതുവരെ നടന്നത് 36% നിയമന ശുപാർശകൾ മാത്രമാണ് എന്നും ഇതിൽ പറയുന്നുണ്ട്. 14 ജില്ലകളിലായിട്ട് 8621 പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ 3109 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശകൾ ലഭിച്ചിട്ടുള്ളത്. മുൻ ലിസ്റ്റിലാകെ 4075 പേർക്ക് നിയമന ശുപാർശകൾ ലഭിച്ചിരുന്നു എന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കാണാം 4100-ൽ നിന്ന് 4100-ൽ നിന്ന് ഇപ്പോൾ 3100-ആയിട്ട് ഇപ്പോൾ ഒരു അഡ്വൈസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇത് വ്യക്തമാണ്. ഈ ഒരു ലിസ്റ്റിൽ അഡ്വൈസിൻ്റെ എണ്ണം മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നത് ഇതിലൂടെ നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ നിയമനം ഇടിഞ്ഞ് പത്തനംതിട്ട, വയനാട് ജില്ലകൾ എന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഉൾപ്പെട്ട 5-1 പേർക്ക് പോലും ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല. അതായത് നമ്മുടെ ശരാശരി നോക്കുമ്പോൾ, മൊത്തത്തിൽ ശരാശരി നോക്കുമ്പോൾ 36% പേർക്കാണ് മൊത്തത്തിൽ അഡ്വൈസ് നൽകിയതെങ്കിൽ നമ്മുടെ പാലക്കാട്, വയനാട് പോലുള്ള ജില്ലകളിലാകെ 18% പേർക്ക് മാത്രമേ നിയമനം ലഭിച്ചിട്ടുള്ളൂ എന്നും ഇതിൽ പറയുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു ന്യൂസ് കട്ടിംഗ് ആണ്. നിയമന നടപടികളെ വേഗത്തിലാക്കണമെന്ന് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു യോഗത്തിലെ തീരുമാനമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഒക്ടോബർ 9-ന് കാലാവധി അവസാനിക്കുന്ന UP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമന നടപടികൾ വേഗത്തിലാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി നിർദ്ദേശിച്ചു എന്നിതിൽ പറയുന്നുണ്ട്. വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞതായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ UPSCയുടെ നിലവിലെ നിയമന നില നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലാകെ 589 പേരെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അതിൽ 365 പേർക്ക് നിയമന ശുപാർശ ഇതുവരെ നൽകിയിട്ടുണ്ട്. എന്നാൽ മുന്നിൽ ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ആകെ 400 പേർക്ക് ഇതിൽ നിയമന ശുപാർശകൾ PSC നൽകിയിരുന്നു. അപ്പോൾ ഇത് ഈ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തിരുവനന്തപുരം അത്യാവശ്യം ബെറ്ററാണ്. എന്നാലും കഴിഞ്ഞ വർഷത്തെ അത്ര നിയമനം ഈ ഒരു ജില്ലയിൽ ലഭിച്ചിട്ടില്ല എന്നതും കൂടി വ്യക്തമാണ്. അതുപോലെ നമ്മുടെ കൊല്ലം ജില്ല നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും കുറവ് നിയമന ശുപാർശകളെ നൽകിയിട്ടുള്ളൂ. ഒരു 666 പേരുടെ ലിസ്റ്റായിരുന്നു. അതിൽ വെറും 172 പേർക്ക് മാത്രമേ നിയമന ശുപാർശ നൽകിയിട്ടുള്ളൂ. എന്നാൽ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ഏകദേശം 376 പേർക്കോളം നിയമനം നൽകിയൊരു ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പത്തനംതിട്ട ജില്ല നോക്കിക്കഴിഞ്ഞാൽ 260 പേർക്ക് റാങ്ക് ലിസ്റ്റ് 260 പേരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ വെറും 48 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതിനേക്കാളും കൂടുതലാണ് നിയമന ശുപാർശകൾ നൽകിയിട്ടുള്ളത്. ഇനി ആലപ്പുഴ ജില്ല നോക്കിക്കഴിഞ്ഞാൽ 314 പേരിൽ വെറും 138 പേർക്ക് മാത്രമേ ഇതുവരെ നിയമന ശുപാർശകൾ നൽകിയിട്ടുള്ളൂ. അതുപോലെ കോട്ടയം ജില്ല നോക്കിക്കഴിഞ്ഞാൽ 236 പേരിൽ 91 പേർക്കും, ഇടുക്കി ജില്ലയിൽ 511 പേരിൽ 75 പേർക്കുമാണ് നിയമന ശുപാർശകൾ നൽകിയിട്ടുള്ളത്. ഇനി എറണാകുളം ജില്ല നോക്കിക്കഴിഞ്ഞാൽ 517 പേരിൽ 182 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശകൾ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 218 പേർക്ക് നിയമന ശുപാർശകൾ നൽകിയിരുന്നു. ഇനി തൃശ്ശൂർ ജില്ല നോക്കിക്കഴിഞ്ഞാൽ 540 പേരുടെ ലിസ്റ്റിൽ 235 പേർക്കാണ് നിയമന ശുപാർശകൾ നൽകിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇതിലും കുറവായിരുന്നു. 208 പേർക്ക് മാത്രമേ നിയമന ശുപാർശകൾ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ പാലക്കാട് ജില്ലയിൽ 785 പേരുടെ ലിസ്റ്റിൽ ഇതുവരെ 240 പേര്, അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ പകുതി നിയമന ശുപാർശകൾ മാത്രമേ ഇപ്രാവശ്യം വന്നിട്ടുള്ളൂ. ഇനി മലപ്പുറം ജില്ല നോക്കിക്കഴിഞ്ഞാൽ 1957 പേരുടെ ലിസ്റ്റിൽ 509 പേർക്കാണ് നിയമന ശുപാർശകൾ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 980 പേർക്ക് നിയമന ശുപാർശകൾ നൽകിയ ജില്ലയായിരുന്നു നമ്മുടെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കോഴിക്കോട് ജില്ലയിൽ 647 പേരുടെ ലിസ്റ്റായിരുന്നു പബ്ലിഷ് ചെയ്തത്. അതിൽ 362 പേർക്കാണ് നിയമന ശുപാർശകൾ ഇതുവരെ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ബെറ്ററാണ്. ഇനി വയനാട് ജില്ല നോക്കിക്കഴിഞ്ഞാൽ 460 പേര്, നമ്മുടെ പത്തനംതിട്ട ജില്ല പോലെ തന്നെ വളരെ കുറഞ്ഞ ഒരു ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല എന്ന് പറയുന്നത്. 460 പേരിൽ വെറും
85 പേർക്ക് മാത്രമേ നിയമന ശുപാർശകൾ നൽകിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം 229 പേർക്ക് നിയമന ശുപാർശകൾ PSC നൽകിയിരുന്നു. കണ്ണൂർ ജില്ല നോക്കിക്കഴിഞ്ഞാൽ 528 പേരിൽ 207 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശകൾ നൽകിയത്. ഇനി കുറച്ച് ബെറ്ററായിട്ടുള്ള നമ്മുടെ കാസർഗോഡാണ്. 641 പേരിൽ 400 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശകൾ നൽകിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്ററാണ് നമ്മുടെ കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആകെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റിൽ, നിലവിലുള്ള ലിസ്റ്റിൽ 8621 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3709 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശകൾ PSC നൽകിയത്. കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ 4075 പേർക്കാണ് ശുപാർശകൾ PSC നൽകിയത്. അപ്പോൾ 1000 പേരുടെ ഷോർട്ടേജ് എന്തുകൊണ്ടും ഈ ഒരു ലിസ്റ്റിലുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇനി വാക്കൻസി വരുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ PSC ഇനിയും വാക്കൻസീസ് ഈ ഒരു കുറഞ്ഞ ദിവസത്തിൽ കുറച്ച് വാക്കൻസീസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയും പരീക്ഷകൾ എഴുതുക. നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് നല്ലൊരു റാങ്കിലെത്തി ഈ ഒരു ജോലി നേടാൻ എന്തായാലും പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതിന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.